മെയ് 24-ന് ഡിഗ്രി തല പ്രിലിമിനറി എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള PSCയുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണും. 80 ദിവസത്തിനടുത്ത് മാത്രമേ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഒരു നല്ല ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ KS മെൻഡർ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി സക്സസ്ഫുള്ളി നടത്തി വരുന്ന 100-ൽ 85-ലധികം ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ആ ടെസ്റ്റ് സീരീസ് ഇത്തവണ ഇല്ലേ, എന്ന് സ്റ്റാർട്ട് ചെയ്യും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ ആസ്പിരൻ്റ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നുണ്ട്. അതിനുള്ളൊരു ഉത്തരമാണ് ഈ വീഡിയോ. ഇത്തവണയും KS മെൻഡർ മാമാങ്കം ടെസ്റ്റ് സീരീസുമായി നിങ്ങളുടെ മുന്നോട്ട് എത്തുവാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് മാത്രം. മാമാങ്കം അല്ലെങ്കിൽ ഡിഗ്രി തല പ്രിലിമിനറി KS മെൻഡറിൻ്റെ ഭാഗത്ത് നിന്നുള്ള ടെസ്റ്റ് സീരീസ്, അതിനെക്കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറയാം. ടോട്ടൽ 15 ടെസ്റ്റുകൾ അടങ്ങുന്ന ഈ ടെസ്റ്റ് സീരീസിൽ 10 ടെസ്റ്റുകൾ സെക്ഷണൽ ടെസ്റ്റുകളായിരിക്കും. സെക്ഷണൽ ടെസ്റ്റുകൾ എന്ന് കരുതി 50 ചോദ്യങ്ങളുടെ ടെസ്റ്റ് ഒന്നുമല്ല, 100 ചോദ്യങ്ങളുടെ എല്ലാ സബ്ജക്റ്റുകളും അടങ്ങുന്ന, എന്നാൽ കുറച്ച് ഭാഗങ്ങളായി നിങ്ങളെ കൊണ്ട് മുഴുവൻ സിലബസും കവർ ചെയ്യിപ്പിക്കുന്ന 10 സെക്ഷണൽ ടെസ്റ്റുകൾ. തുടർന്ന് 5 ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ, അഥവാ നിങ്ങൾ ഡിഗ്രി തല പ്രിലിമിനറി എക്സാമിൽ എന്താണോ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അതേ മാതൃകയുള്ള, അതേ ടഫ്നെസ്സിലുള്ള, അതേ നമ്പർ ഓഫ് കറണ്ട് അഫെയർ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 5ഓളം ടെസ്റ്റുകളായിരിക്കും അവസാനത്തെ 5 ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ. സോ ഈ 15 ടെസ്റ്റുകളായി 1500 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയും പ്രിലിമിനറി പരീക്ഷയിൽ തോൽക്കാനുള്ള സാധ്യത കുറവാണ്. അത് പറയാനുള്ള കാരണം ഈ ഒരു സെക്ഷണൽ ടെസ്റ്റ് ആൻഡ് ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന രീതിയാണ്. ഈ ഡിസൈൻ ചെയ്യുന്ന രീതിയിൽ ഇതുവരെയുള്ള എല്ലാ ഡിഗ്രി തല പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസും ഇതുവരെ നിങ്ങൾ പഠിച്ച എൻ്റെ ഡിഗ്രി തല പ്രിലിമിനറി സിലബസും എല്ലാം പഠിച്ചുകൊണ്ട് AI വെച്ച് അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് സീരീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാം, ഈ ടെസ്റ്റ് സീരീസ് എഴുതി കഴിഞ്ഞാൽ പ്രിലിമിനറി എക്സാം തോക്കും എന്നുള്ള പേടി നിങ്ങൾക്ക് ആർക്കും വേണ്ട. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇത്തവണ വേറെ ചില മാറ്റങ്ങളോടുകൂടിയാണ് നമ്മൾ ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്. ചെറിയ മാറ്റങ്ങളാണ്, ഞാനത് പറയാം. മാമാങ്കം എന്നുള്ള ടെസ്റ്റ് സീരീസ് 3 രീതിയിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നുണ്ടാവുക. ഒന്നാമത്തെ മാമാങ്കം സിൽവർ, അതായത് ടെസ്റ്റ് സീരീസും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ കീയും കിട്ടുന്നതായിരിക്കും എന്ത് മാമാങ്കം സിൽവർ എന്നുള്ളത്. എന്നാൽ മാമാങ്കം ഗോൾഡ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീക്ക് ഏരിയയും സ്ട്രോങ് ഏരിയ അറിയാത്ത ഒരാളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പഠിച്ച ശേഷം ആ സബ്ജക്റ്റ് എക്സ്പേർട്ടിൽ നിന്ന് ഡീറ്റെയിൽഡ് ആയുള്ള എക്സ്പ്ലനേഷൻ കിട്ടുക എന്നുള്ളത് നിങ്ങളൊരു വലിയ കാര്യമാണെന്ന് കരുതുന്നുണ്ടെന്ന് വിചാരിക്കുക, എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് മാമാങ്കം ഗോൾഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ പരീക്ഷയ്ക്ക് ശേഷവും ഡീറ്റെയിൽഡ് ആയുള്ള എക്സ്പ്ലനേഷൻ സെഷൻ നിങ്ങൾക്ക് തരും. തുടർന്ന് എന്ത് പഠിക്കണമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും, അതും ഒരു സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്ട്. അതിനെ തുടർന്ന് നിങ്ങളുടെ വീക്ക് ഏരിയയും സ്ട്രോങ് ഏരിയയും പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു മെൻറ്റർഷിപ്പ് കോള് കിട്ടുന്നതായിരിക്കും. ആ ഫീഡ്ബാക്ക് കോള് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അടുത്ത ടെസ്റ്റ് സീരീസിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ അത് മാത്രം മതിയായിരിക്കും. ഇനി ടെസ്റ്റ് സീരീസിലെ ഏറ്റവും പ്രീമിയം സെക്ഷൻ ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം, മാമാങ്കം പ്ലാറ്റിനം. ഇവിടെ ടെസ്റ്റ് സീരീസും അതിൻ്റെ ആൻസർ കീയും ഡീറ്റെയിൽഡ് ആയുള്ള സബ്ജക്റ്റ് എക്സ്പേർട്ട് തരുന്ന എക്സ്പ്ലനേഷൻ സെഷനും അതിനു പുറമെ മെൻറ്റർഷിപ്പ് കോളുകളായ ഫീഡ്ബാക്ക് കോളുകളും വേർഡ് സ്ട്രോങ് ഏരിയ വീക്ക് ഏരിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതും, അതിന് പുറമെ നമ്മളൊരു കോമൺ മെൻറ്റർഷിപ്പ് എന്നുള്ള ഐഡിയ കൂടെ കൊണ്ടുവരികയാണ്. അതായത് ഈ ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ആസ്പിരൻ്റ് കമ്മ്യൂണിറ്റി, ഇവരെ നമ്മൾ ഓരോ എക്സാം എക്സ്പേർട്ടുകളുടെ അടിയിൽ ഗ്രൂപ്പുകളാക്കി തിരിക്കും. ആൻഡ് ഈ ഗ്രൂപ്പുകളായി തിരിച്ച് നിങ്ങൾക്ക് അവിടെ സ്ട്രാറ്റജി സെഷൻസ് കാണും. നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റ് എക്സ്പേർട്ടിനോടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ അവിടെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം, അതിനുള്ള മറുപടി നിങ്ങൾക്ക് സമയാസമയത്ത് കിട്ടും. അതിന് പുറമെ ഓരോ മെൻറ്റർഷിപ്പ് സെഷനിലും നിങ്ങൾ അടുത്തത് എന്ത് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങൾ എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടെത്താൻ പറ്റും, ആൻഡ് അതിനെല്ലാം പുറമെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഓരോ എക്സാമിനുമുള്ള ചാപ്റ്റർ വൈസ് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തന്നുകൊണ്ട് ആ മെൻറ്റർ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയുള്ള മെൻറ്റർഷിപ്പ് സെഷനോടുകൂടി ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടിൻ്റെ അടിയിൽ മെൻറ്റർഷിപ്പോട് കൂടി പഠിച്ചുകൊണ്ട് 100% പ്രിലിംസ് പാസ്സാവലാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് മാമാങ്കം പ്ലാറ്റിനം ചൂസ് ചെയ്യാം. അങ്ങനെ എങ്ങനെ പഠിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ മാമാങ്കം ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ ഒരു PSC എക്സാം കമ്മ്യൂണിറ്റിയിൽ തന്നെ ടെസ്റ്റ് സീരീസ് എന്ന കൾച്ചർ കൊണ്ടുവന്നത് KS മെൻഡർ ആണ്. ആ ഒരു അഭിമാനത്തോടു കൂടെ തന്നെ ഞങ്ങൾ ഇത്തവണത്തെ ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തവണ 80-85 ഒന്നുമല്ല, 100-ൽ 100 ചോദ്യങ്ങൾ തന്നെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. അപ്പോൾ ഇനി സമയം കളയണ്ട, താഴെ തന്നിരിക്കുന്ന ലിങ്ക് വഴി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മാമാങ്കത്തിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാർച്ച് 20-നാണ് ആദ്യത്തെ ടെസ്റ്റ് തുടങ്ങുന്നത്. സമയമില്ല, ജോയിൻ ആസ് സൂൺ ആസ് പോസിബിൾ.